ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കിയല്ല ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്. മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി പടച്ചുവിട്ട തന്ത്രമാണ് ഈ ജാതിയും മതവും വിഭാഗങ്ങളുമെല്ലാം. ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ദൈവം പ്രത്യേക പരിഗണന ആർക്കും നൽകി അംഗീകരിക്കുന്നില്ല എന്നോർക്കണം. ദൈവം തന്നിട്ടുള്ള പ്രമാണങ്ങളെ വ്യക്തികളായി അംഗീകരിച്ചാൽ, അനുസരിച്ചാൽ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കും. അതാണ് സത്യം. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്രൂരനായ ഫറവോനെ അതേ നാണയത്തിൽ നേരിടുന്ന ദൈവം ദുഷ്ടതയ്ക്കുള്ള ശിക്ഷ ഒടുവിൽ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഈജിപ്തിന്മേൽ പെയ്തിറങ്ങിയ 9 ബാധകൾക്കും വഴങ്ങാത്ത ഫറവോൻ്റെ കഠിന ഹൃദയത്തിനു നേരെ ദൈവം നടത്തുന്ന അന്തിമവും വിധിനിർണായകവുമായ ന്യായവിധിയാണ് ആദിജാതന്മാരുടെ സംഹാരം. ഭയങ്കരമായ ഈ ന്യായവിധിയിലൂടെ ഈജിപ്തിനെ തകർക്കുമ്പോൾ തന്നെ നൂറ്റാണ്ടുകളായി കൂലിയില്ലാതെ അടിമവേല ചെയ്ത തൻ്റെ ജനത്തിന് അർഹമായ വേതനം വാങ്ങി നൽകി അവരെ ഒരു പുതിയ ജനതയായും രാഷ്ട്രമായും പുറത്തെത്തിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അവിടുന്ന്. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12-ാം അധ്യായത്തിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ. സകല മനുഷ്യരും ദൈവത്തിന് ഒരുപോലെയാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കിയല്ല ദൈവം മനുഷ്യനോട് ഇടപെടുന്നത് എന്ന് ചുരുക്കം. മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ചെയ്തെടുത്ത തന്ത്രമാണ് ഈ ജാതിയും മതവും വിഭാഗങ്ങളുമെല്ലാം തന്നെ. തന്നെ അംഗീകരിക്കുന്നതിനായി ദൈവം വെച്ചിട്ടുള്ള പ്രമാണങ്ങൾ അനുസരിക്കുന്ന ഏവർക്കും ദൈവത്തിങ്കൽ നിന്നും എല്ലാവിധ അനുഗ്രഹങ്ങളും അനുഭവിക്കാവുന്നതാണ്. ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങളെ അവഗണിക്കുന്നവർ ആരായിരുന്നാലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. യഹൂദജനം മിസ്രൈമിൽ അടിമകളായിരുന്ന കാലം അടിമനുഖത്തിൻ കീഴിൽ കിടന്നുള്ള അവരുടെ നിലവിളി ദൈവം കേട്ടു. അവരെ മോചിപ്പിക്കുവാനായി ദൈവം മോശയെ തിരഞ്ഞെടുത്ത് ഫറവോൻ്റെ അടുത്തേക്ക് അയച്ചു. ഫറവോൻ ദൈവത്തെ അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ തയ്യാറായില്ല. അവൻ ഓരോ ന്യായം പറഞ്ഞൊഴിഞ്ഞു മാറി. ദൈവം വിവിധ ബാധകൾ അയച്ച് ഫറവോൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. തൻ്റെ അധികാരവും സർവശക്തിയും കാണിക്കുവാൻ ദൈവം ഈ ബാധകൾ ഓരോന്നും മിസ്രൈമിൻ്റെ മേൽ അയച്ചു. ഒട്ടും വഴങ്ങാതിരുന്ന ഫറവോൻ്റെ മേലും അവൻ്റെ ജനത്തിന്മേലും ദൈവം 10ാമതൊരു ബാധ അയച്ചു. ആ രാജ്യത്തെ കടിഞ്ഞൂൽ എല്ലാം സംഹരിക്കപ്പെടുവാൻ പോകുന്നു എന്ന വാർത്ത മോശയിലൂടെ ദൈവം എല്ലാവരെയും അറിയിച്ചു. ഈ പറഞ്ഞ ബാധയിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഒരുക്കി. ചൂഷണം ചെയ്യുന്നവരിൽ നിന്നും ചൂഷിതരെ മോചിപ്പിക്കുവാൻ ദൈവം ചൂഷിതരുടെ പക്ഷം ചേരുകയായിരുന്നില്ല. ആ രാജ്യത്തെ സകല മനുഷ്യർക്കും അനുസരിക്കുവാൻ കഴിയുന്ന ഒരു പ്രമാണം ദൈവം നൽകി. അനുസരിക്കുന്നവരെല്ലാം ബാധയിൽ നിന്നും രക്ഷപ്പെടുകയും അതിനെ നിരസിക്കുന്നവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന പ്രമാണം. തങ്ങളുടെ ആദ്യജാതന്മാർ സംഹരിക്കപ്പെടരുതെന്നുള്ളവർ അവരുടെ ആദ്യജാതന് പകരം ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം വീട്ടിൻ്റെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടിയതിന് ശേഷം വീട്ടിനുള്ളിൽ ഇരിക്കണമായിരുന്നു. ദൈവം പറഞ്ഞത് വിശ്വസിച്ച് ദൈവം പറഞ്ഞതുപോലെ ചെയ്തവൻ ആരായിരുന്നാലും അവരുടെ വീട്ടിൽ മരണം സംഭവിച്ചില്ല. എന്നാൽ അനുസരിക്കാതിരുന്നവരുടെ വീട്ടിലെ ആദ്യജാതൻ അന്ന് രാത്രി കൊല്ലപ്പെട്ടു. ഇവിടെ ഇസ്രായേലിനെന്നോ മിസ്രൈമിനെന്നോ ഉള്ള തരംതിരിവില്ലായിരുന്നു. ഇന്നും ദൈവം പ്രവർത്തിക്കുന്ന വിധം അങ്ങനെ തന്നെയാണ് സുഹൃത്തെ. ജാതി നോക്കിയോ മതം നോക്കിയോ സഭാവിഭാഗങ്ങൾ നോക്കിയോ അല്ല ദൈവത്തിൻ്റെ പ്രവർത്തനം. തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നൊരു പ്രമാണം മാത്രമേ
ആത്മരക്ഷയ്ക്കായി ദൈവം സർവ്വജനത്തിനും നൽകിയിട്ടുള്ളൂ. ആ പ്രമാണം അനുസരിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിച്ച് ആത്മീയ മരണത്തിൽ നിന്നും രക്ഷപ്പെടും. ഈ വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്ന പെസഹ ആകുന്നു ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് മുൻപ് മിസ്രൈമിന്മേൽ അയച്ച അന്തിമമായ ന്യായവിധിയാണ് ആദ്യജാതന്മാരുടെ സംഹാരം. ദൈവവുമായി പോരാടുന്നത് വ്യർത്ഥമാണെന്ന കാര്യം ഫറവോൻ ഇത്രയും നാൾ കൊണ്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു. ദൈവം ദയയും ദീർഘക്ഷമയും ഉള്ളവനാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശം വിട്ടുപോകേണ്ട സമയമായിരിക്കുന്നു എന്ന കാര്യം ദൈവത്തിന് ഫറവോനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവവുമായുള്ള ഈ മത്സരത്തിൽ മിസ്രൈമ്യർ മുഴുവനും ഫറവോൻ്റെ പക്ഷത്ത് ചേരുവാനാണ് ആഗ്രഹിക്കുന്നത്. അവരെ താൻ ഉദ്ദേശിക്കുന്ന പാഠം പഠിപ്പിക്കുവാൻ ദൈവത്തിന് ഏറ്റവും കഠിനമായ പ്രയോഗം നടത്തേണ്ടതായി വന്നു. എന്നാൽ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഫറവോന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം വരെയാണ് നാം പഠിച്ചു കഴിഞ്ഞത്. 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അനന്തരം യഹോവ മോശയോട്, ഞാനൊരു ബാധ കൂടെ ഫറവോന്മേലും മിസ്രൈമിന്മേലും വരുത്തും. അതിന് ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും. ഓരോ പുരുഷൻ താന്താൻ്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താൻ്റെ അയൽക്കാരത്തിയോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറക എന്ന് കൽപ്പിച്ചു. യഹോവ മിസ്രൈമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി. വിശേഷാൽ മോശ എന്ന പുരുഷനെ മിസ്രൈം ദേശത്തെ ഫറവോൻ്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. പഴയ കൂലി ശേഖരിക്കുക എന്ന അർത്ഥമാണ് ഈ ഭാഗത്തുള്ളത്. ഇസ്രായേൽ മക്കൾ അടിമകളായി കൂലി ലഭിക്കാതെ വർഷങ്ങളായി മിസ്രൈമിൽ വേല ചെയ്തു എന്നോർക്കണം. ഇപ്പോൾ അവർക്ക് അവരുടെ കൂലി ലഭിക്കുവാൻ പോകുകയാണ്. അവർ തങ്ങളുടെ അയൽക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞ കാലങ്ങളിലെ അവരുടെ കഠിനവേലയുടെ കൂലി ചോദിച്ചു വാങ്ങണം. ഫറവോനും അയാളുടെ ഉദ്യോഗസ്ഥരും ഇസ്രായേല്യർക്ക് നൽകാതിരുന്ന ന്യായമായ കൂലി ഇപ്പോൾ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുവാൻ സമയമായി. യഹോവ മിസ്രൈമ്യർക്ക് ഇസ്രായേല്യരോട് ദയ തോന്നുമാറാക്കി. അവരുടെ നീതിപൂർവമായ വേതനം നൽകുവാൻ അവർക്ക് മനസ്സായി. 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, മോശ പറഞ്ഞതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രൈമിൻ്റെ നടുവിൽ കൂടി പോകും. അപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിങ്കൽ ഇരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും മിസ്രൈം ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും. മിസ്രൈം ദേശത്ത് എങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും ഇസ്രായേല്യർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല. അപ്പോൾ നിൻ്റെ ഈ സകല ഭൃത്യന്മാരും എൻ്റെ അടുക്കൽ വന്ന് നീയും നിൻ്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും. അതിൻ്റെ ശേഷം ഞാൻ പുറപ്പെടും. അങ്ങനെ അവൻ ഉഗ്രകോപത്തോടെ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി. യഹോവ മോശയോട്, മിസ്രൈം ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല എന്നരുളി ചെയ്തു. മോശയും അഹ്റോനും ഈ അത്ഭുതങ്ങളൊക്കെയും ഫറവോൻ്റെ മുമ്പാകെ ചെയ്തു. എങ്കിലും യഹോവ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. അവൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്തു നിന്ന് വിട്ടയച്ചതുമില്ല. മിസ്രൈമ്യരുടെ ആചാരപ്രകാരം അവരുടെ മൃഗത്തിൻ്റെയും മനുഷ്യരുടെയും ആദ്യജാതന്മാർ അവരുടെ ദേവന്മാരുടെ വകയായിരുന്നു. മിസ്രൈമ്യ ദേവന്മാരുടെ വകയായ ആദ്യജാതന്മാരെയാണ് ദൈവം ഇപ്പോൾ അവകാശപ്പെടുവാൻ പോകുന്നത്. ഇസ്രായേൽ മക്കളും മിസ്രൈമ്യരും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന കാര്യവും അവൻ വ്യക്തമായി കാണിക്കുവാൻ പോവുകയാണ്. മിസ്രൈം ദേശത്തിലൂടെയും ഗോശൻ ദേശത്തിലൂടെയും കടന്നുപോയ സംഹാരദൂതനിലല്ല വ്യത്യാസമുണ്ടായിരുന്നത്. ഒരു കൂട്ടർ യഹൂദന്മാരും മറ്റവർ ജാതികളുമായിരുന്നു എന്ന വ്യത്യാസവും അല്ലായിരുന്നു ഇവിടെ. കട്ടിളപ്പടിയിന്മേൽ പുരട്ടിയിരുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിന്മേൽ ആയിരുന്നു വ്യത്യാസം. രക്തത്താൽ സംരക്ഷണം ചെയ്യപ്പെട്ടിരുന്ന കുടുംബത്തെ സംഹാരദൂതൻ സ്പർശിക്കുകയില്ല.
യഹൂദന്മാരുടെ ഏറ്റവും പുരാതനമായ പെസഹ പെരുന്നാളിൻ്റെ തുടക്കമായിരുന്നു നാം ഇവിടെ കാണുന്നത്. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ സ്പഷ്ടമായി വരച്ച് കാണിച്ചിട്ടുള്ളൊരു സംഭവമാകുന്നു പെസഹായിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ ജാതിക്ക് ദൈവവുമായുള്ള പുതിയ ബന്ധത്തിന് അടിസ്ഥാനമിട്ട പെരുന്നാളാണ് പെസഹ. നമ്മൾ അടുത്തതായി പഠിക്കുവാൻ പോകുന്ന 12-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഈ 12-ാം അധ്യായത്തിൽ പെസഹ പെരുന്നാൾ സ്ഥാപിതമാകുന്നതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ പഴയ നിയമ ചിത്രീകരണമാണ് നാം 12-ാം അധ്യായത്തിൽ, അതായത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നത്. പൗലോസ് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ പെസഹായെ ക്രിസ്തുവിൻ്റെ കുരിശിലെ യാഗത്തിൻ്റെ മുൻകുറിയായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നമുക്ക് വിശദമായി നോക്കാം. 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ, യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തതെന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. 12-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ ഒരു പുതിയ വിഭജനം ഉണ്ടാക്കുന്നു. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ വിടുവിക്കുന്നവനായ മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ മിസ്രൈമിൽ നിന്നുള്ള വിടുതലിനെക്കുറിച്ച് വിവരിക്കുന്നു. ആദ്യ ഭാഗം വിടുതലിന് നേതൃത്വം നൽകിയ ആളിനെക്കുറിച്ച്, 2-ാം ഭാഗം വിടുതൽ എന്ന പ്രക്രിയയെക്കുറിച്ച്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. വാസ്തവത്തിൽ വിടുതൽ മോശയിൽ കൂടിയല്ല, മറിച്ച് വിടുതൽ രക്തത്താലായിരുന്നു എന്നതാണ് ആ വസ്തുത. അതാണ് പെസഹ പെരുന്നാൾ. മറ്റൊരർത്ഥത്തിൽ ഇസ്രായേൽ മക്കളുടെ വിടുതലിൻ്റെ വില ആദ്യജാതന്മാരുടെ മരണവും വിടുതലിൻ്റെ അടയാളവും കുഞ്ഞാടിൻ്റെ രക്തവുമായിരുന്നു. അനന്തരം 13-14 അധ്യായങ്ങളിൽ ചെങ്കടൽ കടക്കുന്നതും മിസ്രൈമ്യ സൈന്യത്തിൻ്റെ നാശവും വിവരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹാശക്തി അതിശയകരമായി വെളിപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ചെങ്കടലിലെ സംഭവം. ദൈവം അവരെ രക്തത്താലും ശക്തിയാലും വിടുവിച്ചു. ഇന്ന് നമ്മുടെ വീണ്ടെടുപ്പും രക്തവും ശക്തിയും കൊണ്ടാണ് സാധ്യമാകുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി തീർന്നു. നമ്മുടെ പാപപങ്കുലമായ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിനെ വാസ്തവവും പ്രയോജനപ്രദവുമാക്കി തീർക്കുന്നു. സക്രിയ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. അവിടെ പറയുന്നു, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നമുക്ക് വേണ്ടിയുള്ള യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ പ്രവർത്തനത്തിൻ്റെയും നമ്മിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെയും ഫലമാണ് നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ്, നമുക്ക് ലഭിച്ച രക്ഷ. ഈ അധ്യായം 1-2 വാക്യങ്ങളിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പിറവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ പ്രവേശിച്ചപ്പോൾ അവർ ഒരു കുടുംബമായിരുന്നു. എന്നാൽ അവർ മിസ്രൈമിൽ നിന്നും പുറത്തു വന്നത് ഒരു രാഷ്ട്രമായിട്ടാണ്. ദൈവം കുടുംബത്തിന് പ്രാധാന്യം നൽകിയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. കാരണം കുടുംബങ്ങളെ കൊണ്ടാണ് ദൈവം രാഷ്ട്രം പണിതെടുത്തത്. യാതൊരു രാഷ്ട്രവും ആ രാഷ്ട്രത്തിലെ കുടുംബങ്ങളെക്കാൾ ശക്തമല്ല. ഒരു ഇഷ്ടിക ചൂളയിൽ എന്ന വണ്ണം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഠിന ശോധനയിലൂടെ കടന്നുപോയപ്പോൾ തൻ്റെ ജനത്തെ ഒരു രാഷ്ട്രമായി ദൈവം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ സമയം എണ്ണപ്പെട്ടു തുടങ്ങുന്നു. അതിനുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ ദൈവം അവരെ അറിയിക്കുന്നു. 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കാണുന്നത്, നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിനൊരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഈ വാക്യത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, രക്തം. 2, കുടുംബം. ഇസ്രായേൽ ഒരു ജാതിയായി തീർന്നിരിക്കുന്നു. ദൈവം അവരെ വിടുവിക്കുവാൻ പോവുകയാണ്. എന്നാൽ ദൈവം അത് കുടുംബങ്ങളായും വ്യക്തികളായിട്ടുമായിരിക്കും നിർവഹിക്കുവാൻ പോകുന്നത്. ഓരോ വീടിനും ഓരോ ആട്ടിൻകുട്ടി ഉണ്ടായിരിക്കണം. കട്ടിളപ്പടിയിന്മേൽ പുരട്ടേണ്ട രക്തത്തെയാണ് ആട്ടിൻകുട്ടി സൂചിപ്പിക്കുന്നത്. 4-ാം വാക്യത്തിൽ കാണുന്നത്, ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവൻ്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം.
ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. വീട്ടിലുള്ളവർക്ക് തികയാതെ വരത്തക്ക വിധം ആട്ടിൻകുട്ടി ചെറുതാണെന്നെങ്ങും പറയുന്നില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. ആട്ടിൻകുട്ടി മതിയായതാണ്, ആവശ്യത്തിനുണ്ട്. എന്നാൽ ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ കുറവായി വരാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തിയിലും ദൈവത്തിന് താല്പര്യമുണ്ട്. ഓരോ കുടുംബത്തിനും ഓരോ ആട്ടിൻകുട്ടി ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ഭർത്താവിനും ഭാര്യയ്ക്കും കുട്ടികളില്ലാതിരിക്കുകയോ അവരുടെ കുഞ്ഞുങ്ങൾ വിവാഹിതരും അകലെ പാർക്കുന്നവരുമാകുകയോ ചെയ്താൽ എന്തു ചെയ്യണം? അങ്ങനെയുള്ളവർ അയൽപക്കത്തുള്ള തങ്ങളെപ്പോലെയുള്ള ആളുകളുമായി ചേർന്ന് ആട്ടിൻകുട്ടിയെ എടുക്കണം. ഓരോ കുടുംബത്തിലുമുള്ള ഓരോ വ്യക്തിക്കും ആട്ടിൻകുട്ടിയുടെ വീതം ലഭിക്കണം. പെസഹ പെരുന്നാൾ ഒരു ജാതിയുടെ മൊത്തം വീണ്ടെടുപ്പായിരുന്നു എന്ന കാര്യം സത്യമാണ്. എന്നാൽ അതിൻ്റെ ആഘോഷവും വ്യക്തിപരവും സ്വകാര്യവുമായ ഒരു സംഗതിയായിരുന്നു. അത് കുടുംബത്തിൽ കേന്ദ്രീകരിച്ചാണ് ഇരുന്നത്. അത് കുടുംബത്തിലെ ഓരോ അംഗവും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമായിരുന്നു. പെസഹ എന്നത് ഒരു കുടുംബകാര്യമാണ്. ദൈവം വ്യക്തികളെ എപ്രകാരമാണ് രക്ഷിക്കുവാൻ പോകുന്നത് എന്നതിൻ്റെ മാതൃകയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. താൻ ഒരു കുടുംബത്തിലെയോ പ്രത്യേകം ജാതിയിലെയോ അംഗമായതിനാൽ മാത്രം യാതൊരുത്തരും രക്ഷിക്കപ്പെടുകയില്ല. ഉദാഹരണമായി ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയുടെ ആ സംഭവം ഓർക്കുന്നില്ലേ? അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന വാക്യം, അത് ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കി തരുന്നുണ്ട്. കാരാഗ്രഹ പ്രമാണി വിശ്വസിച്ചത് കൊണ്ടല്ല അവൻ്റെ കുടുംബം രക്ഷപ്പെട്ടത്. പിന്നെയോ അവൻ്റെ കുടുംബത്തിലെ ഓരോ അംഗവും വിശ്വാസത്താലുള്ള രക്ഷ, അതായത് യേശുവിലുള്ള വിശ്വാസത്തിൽ വന്നതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. ദൈവകുഞ്ഞാടായ യേശുവുമായുള്ള ബന്ധത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് അവർ കുടുംബമായി രക്ഷിക്കപ്പെട്ടത്. ഓരോ അംഗവും ഈ വിധത്തിൽ തൻ്റെ വിശ്വാസം വ്യക്തമാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നതിൻ്റെ അർത്ഥം നീ വിശ്വസിച്ചാൽ നിൻ്റെ കുടുംബം രക്ഷിക്കപ്പെടുമെന്നല്ല, നിൻ്റെ കുടുംബം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെടും എന്നത്രേ. വീടിൻ്റെ കട്ടിളപ്പടിയിൽ പുരട്ടിയിരിക്കുന്ന രക്തത്തിൻ്റെ വീണ്ടെടുപ്പിലും സംരക്ഷണത്തിലും ആയിത്തീരുവാൻ ഓരോ വ്യക്തിയും അതിൽ സംബന്ധിക്കുകയും അതിൽ ഭാഗഭാക്കുകളാകുകയും ചെയ്യേണ്ടതാണ്. മിസ്രൈം ദേശത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു രാത്രിയിലാണ് നാം വന്നു ചേർന്നിരിക്കുന്നത്. അവസാനത്തെ ബാധ ജനത്തിന്മേൽ വരാൻ പോവുകയാണ്. ഗോശൻ പ്രദേശത്ത് പാർക്കുന്ന ഇസ്രായേല്യർ കഴിഞ്ഞ 3 ബാധകളിൽ നിന്ന് ഒഴിയപ്പെട്ടവരായിരുന്നു. ദൈവത്തിൻ്റെ ജനം ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവർ വീണ്ടെടുപ്പ് പ്രാപിച്ചിരുന്നില്ല. ഇപ്പോൾ അവർ വീണ്ടെടുക്കപ്പെടുകയും കുഞ്ഞാടിൻ്റെ രക്തത്തിലുള്ള അവരുടെ വിശ്വാസം പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. 5ഉം 6ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. ഈ വേദഭാഗം വളരെ ശ്രദ്ധേയമാണ്. ഓരോ കുടുംബത്തിനും ഓരോ ആട്ടിൻകുട്ടി ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ആ രാത്രിയിൽ ആയിരക്കണക്കിന് ആട്ടിൻകുട്ടികൾ കൊല്ലപ്പെട്ട് കാണും. എന്നാൽ 6-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ അനവധി ആട്ടിൻകുട്ടികൾ അറുക്കപ്പെടുന്നത് വേറെ ഒരു കുഞ്ഞാടിനെ, അതായത് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന പെസഹ കുഞ്ഞാടിനെ, യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ആദ്യത്തെ പെസഹ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിനെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. 7-ാം വാക്യത്തിൽ നാം കാണുന്നത് അതിൻ്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടിളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടേണം. ഇസ്രായേൽ മക്കൾ ആട്ടിൻകുട്ടിയുടെ രക്തം വാതിലിൻ്റെ പുറത്തുവശത്ത് പുരട്ടേണ്ടതാണ്. രക്തം കാണുമ്പോൾ സംഹാരദൂതൻ വീടിനെ മറികടന്നു പോകും. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവെങ്കിൽ സഭ ഭൂമിയിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ പറഞ്ഞ
ഉൽപ്രാപണവുമായി ബന്ധപ്പെട്ട് പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നു. സഭ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയത്ത് വിശ്വാസികളായ മാതാപിതാക്കന്മാരുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നതാണ് ആ ചോദ്യം. തനിക്കുള്ളവർക്ക് വേണ്ടി കർത്താവ് ഭൂമിയിൽ വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും? കൊച്ചു കുഞ്ഞുങ്ങൾ വീട്ടിലാണെങ്കിൽ അപ്പനെയും അമ്മയെയും എടുക്കുകയോ കുഞ്ഞുങ്ങളെ അവിടെ ഇട്ടിട്ട് പോവുകയോ ചെയ്യുമോ? ദൈവം കുഞ്ഞുങ്ങളെ കൂടെ തൻ്റെ രക്ഷയിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ഈ അധ്യായം ചൂണ്ടിക്കാണിക്കുന്നു. വീട്ടിനകത്ത് കുടുംബം മുഴുവനും ആട്ടിൻകുട്ടിയെ ഭക്ഷിക്കുകയാണ്. അതായത് വിശ്വാസത്താൽ അവർ ക്രിസ്തുവിൻ്റെ പങ്കാളികളായിത്തീരുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലായി കാണില്ല. പക്ഷേ അവരും ദൈവകൽപ്പന അനുസരിച്ച് പെസഹായിൽ പങ്കാളികളാകുകയാണ്. ഇസ്രായേൽ ജനം മിസ്രയീം വിട്ടുപോകുമ്പോൾ അവർ അവിടെ പുറന്തള്ളപ്പെടുമോ? ഒരു കൊച്ചുകുട്ടിക്ക് തിരിച്ചറിവിൻ്റെ പ്രായം എത്തിയിട്ടില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ കൊല്ലപ്പെടുമോ? അങ്ങനെ സംഭവിക്കുകയില്ല. രക്തം കുടുംബത്തിലുള്ള സകലരെയും സംരക്ഷണ ചെയ്യുന്നതാണ്. ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്ത് മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിച്ചപ്പോൾ ദൈവം കുഞ്ഞുങ്ങളെ തള്ളിക്കളയാതിരുന്നെങ്കിൽ സഭ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവൻ ഈ കുഞ്ഞുങ്ങളെ പുറന്തള്ളുകയില്ല. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം, കയ്പ് ചീരയോടുകൂടെ അത് തിന്നേണം. ഈ വിരുന്നിനോടനുബന്ധിച്ച് നൽകപ്പെട്ട ഓരോ നിർദ്ദേശത്തിനും പ്രത്യേകമായ അർത്ഥവും ദൂതുമുണ്ട്. കുടുംബത്തിൻ്റെ കൂട്ടായ്മയാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിലുള്ളവർ ഒരുമിച്ചാണ് പെസഹ ആചരണത്തിൽ ഏർപ്പെട്ടത്. ഇന്ന് ചില പള്ളികളിൽ ചെയ്യുന്നത് പോലെ കുട്ടികളെ വേർതിരിച്ചിരുന്നെങ്കിൽ ആ രാത്രിയിൽ പുറപ്പാട് സമയം അനേകം കുഞ്ഞുങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. പെസഹ ആചരണം ഒരു കുടുംബകാര്യമായിരുന്നു. ഇന്ന് നമ്മുടെ പല പള്ളികളിലും കുടുംബങ്ങളെ വിഭാഗിക്കുന്ന തെറ്റായ പ്രവർത്തനത്തിന് ഉത്തരവാദികളല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കുടുംബത്തിലെ എല്ലാവരും സഭയിൽ ഒന്നിച്ചായിരിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നത് വളരെ യുക്തമാണ്. ഇസ്രായേലിനെ വിടുവിക്കുന്ന പ്രവർത്തനത്തിൻ്റെ നടപടിക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം കുടുംബത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകിയെന്ന് ശ്രദ്ധിക്കുക. കുടുംബം ഒന്നായി ഈ രക്ഷയോട് പ്രതികരിക്കണം എന്ന സന്ദേശം നമുക്ക് കാണാം. നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയൊരു മാതൃകയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണിത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ നാം അതിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു എന്നതല്ലേ വാസ്തവം. അവർ ആട്ടിൻകുട്ടിയുടെ മാംസം തീയിൽ ചുട്ട് തിന്നേണം എന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. തീ ന്യായവിധിയെ കുറിക്കുന്നതാണ്. പാപത്തിന് ന്യായവിധി ഉണ്ടായിരിക്കണം, പാപം ശിക്ഷിക്കപ്പെടണം. അവർ ആട്ടിൻകുട്ടിയുടെ മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടെ തിന്നേണമെന്ന് നാം വായിച്ചു. പുളിപ്പ് പാപത്തെയാണ് സൂചിപ്പിക്കുന്നത്, ദോഷത്തെ, ദുഷ്ടതയെ. പുളിപ്പില്ലാത്ത അപ്പം ക്രിസ്തുവിനെ കുറിക്കുന്നു. നാം ക്രിസ്തുവിൽ നിന്ന് ഭക്ഷിക്കേണ്ടതാണ്. കയ്പ് ചീരയോടുകൂടെയും അവർ അത് തിന്നേണ്ടതാണ് എന്ന് നാം വായിച്ചു. ഇതിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും നാം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ അതിനുശേഷമുള്ള നമ്മുടെ അനുഭവങ്ങളെല്ലാം എപ്പോഴും മധുരമായിരിക്കുകയില്ല എന്നാണ് ഇവിടെ കയ്പ് ചീര കാണിക്കുന്നത്. വീണ്ടെടുപ്പോടുകൂടെ കയ്പ് ചീരയുമുണ്ട്. ദൈവമക്കളായി തീർന്നാൽ പിന്നെ പ്രതികൂലമെല്ലാം നമ്മെ വിട്ടുപോകുമെന്നും ഉയർച്ച മാത്രമേ ഉണ്ടാകൂ എന്നും പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ അത് സത്യമല്ല എന്ന് നമുക്കറിയാം. വചനവിരുദ്ധമായൊരു ഉപദേശമാണത്. നമുക്ക് കയ്പിൻ്റെ അനുഭവം ഉണ്ടാകും. എന്നാൽ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും മടുത്തു പോകരുത്. കാരണം ആ വലിയ മുന്നറിയിപ്പ് നമുക്ക് വളരെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടല്ലോ. 9ഉം 10ഉം വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. ഈ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഉടനീളം ധാരാളം അടയാളങ്ങൾ നമുക്ക് കാണാം. ധാരാളം ചിഹ്നങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യ ജീവിതത്തിലുള്ള പാപത്തിൻ്റെ ന്യായവിധിയെ കുറിക്കുന്ന ഒരടയാളം ഇവിടെ കാണാം. ഈ യാഗം പച്ചയായി തിന്നുവാൻ പാടില്ല. അതിന് ന്യായവിധിയുടെ തീ ആവശ്യമാണ്. ഒരു വ്യക്തി ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരുന്നത് പാപി എന്ന നിലയിലാണ്. യാഗം വെള്ളത്തിൽ പുഴുങ്ങിയും തിന്നാൻ പാടില്ലായിരുന്നു. നാം ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കണമെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ
നിർഭാഗ്യവശാൽ ഇന്ന് രക്ഷയ്ക്കായി അനേകർ വെള്ളത്തിൽ ആശ്രയം വയ്ക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സകലതും ചുടണമായിരുന്നു, അത് ന്യായവിധിയുടെ തീയായിരുന്നു. എത്ര വലിയ ഒരുക്കത്തോടു കൂടിയാണ് ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇത് അവർക്ക് അനുഭവവേദ്യമാകുന്നതിന് ദൈവത്തിൻ്റെ ഈ രക്ഷാകര പ്രവൃത്തിയിൽ അവർ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കണമായിരുന്നു. നമ്മോടും ഇന്ന് അതേ കാര്യമല്ലേ കർത്താവ് ആവശ്യപ്പെടുന്നത്? നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ അവൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് അനുഭവിക്കുവാൻ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് അവൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തോട് നമ്മൾ അനുകൂലമായി പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ഇസ്രയേലിൻ്റെ വിടുതൽ കേവലം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, മറിച്ച് വാതിലിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടിയ ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം പുതിയ നിയമത്തിൽ നമുക്കായി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രക്ഷയും ദൈവിക സംരക്ഷണവും ഒരുവൻ്റെ ജാതി മഹിമയിലോ കുടുംബ മഹിമയിലോ അല്ല, മറിച്ച് കുഞ്ഞാടിൻ്റെ രക്തത്തിലുള്ള വ്യക്തിപരമായ വിശ്വാസത്തിലും കുടുംബങ്ങളുടെ ആത്മീയ കൂട്ടായ്മയിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന് തിരുവചനം പറയുന്നു.